മോളെ എന്റെ കുഴമ്പെടുക്കാൻ മറക്കല്ലേ. ഇപ്പൊ എടുത്തുണ്ട് രംഗമലമ്മേ. ആ ഇതിങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. നന്നായിട്ട് ടേപ്പ് ഒട്ടിക്കണം. അച്ഛാ ഇതൊന്ന് ശരിക്കും ഒട്ടിച്ചു തരുമോ? ഇവിടെ വെക്കട്ടെ ചേച്ചി? അവിടെയല്ല, ഇവിടെ ഈ സൈഡിൽ വെച്ചാ മതി. മോളെ നിനക്ക് അച്ഛനെയും കൂടി കൊണ്ടുപോകാനുള്ള വിസ കിട്ടത്തില്ലേ? ആഹാ നന്നായി. അവിടെയുള്ളവരോടൊക്കെ അച്ഛൻ വലിയ ആളാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നെ. ഇതിപ്പോ എയും ബിയും കൂടി കൂട്ടി വായിക്കാൻ അറിയില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പിന്നെ നാളെ വന്ന് ആ മുഷ്ണി കിടക്കുന്ന ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വെക്കണം. ഇത് നീ അലക്കിയെടുത്തോ. മോളെ വസുമതി, മെമ്പർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആളാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കമലമ്മേ. ഇവിടല്ലേ? ആ അവിടെ വെച്ചോ. ഭാര്യയും മോളും മെമ്പറെ കൂട്ടാണ്ട് ഗൾഫിൽ പോയപ്പോ മെമ്പർക്ക് കാര്യം മനസ്സിലായി. പഠിത്തത്തിന് ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന്. അന്ന് വരെ വലിയ കാര്യമായിട്ട് കാണാത്ത 10ാം ക്ലാസ് പഠിത്തം അന്ന് മുതലൊന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചു. അല്ല, ഓരങ്ങനെ ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളാണല്ലോ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഞാനും കൂടെ വിചാരിക്കണ്ടേ. ശിവനെ കാത്തോളനെ, രക്ഷപ്പെടുത്തണേ എന്റെ മാത്രം. നമസ്കാരം. മെമ്പർ പറയണുള്ളത് തന്നെയാണോ? ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. 7ാം ക്ലാസ് ജയിച്ചവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. 10ാം ക്ലാസ് പരീക്ഷ, എന്താ അതിന്റെ പേര്? തുല്യതാ പരീക്ഷ. 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാം. ഇത് ജയിച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ശരിയാ പ്രസിഡന്റ്. 7ാം ക്ലാസ് പാസ്സാവണം അല്ലേ? അപ്പൊ എനിക്ക് പറ്റില്ല. ഞാനൊരു 10-25 മാർക്കിനുള്ളിൽ ഫെയിൽ ആയി പോയതാ. പ്രസിഡന്റ് എന്തായാലും പറ്റില്ല. പക്ഷെ പ്രസിഡന്റ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് അതൊരു നല്ല കാര്യമായിരിക്കും. പ്രസിഡന്റിന്റെ പാർട്ടിന്റെ പ്രകടന പത്രികയില് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുമെന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഈ ഏറെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സാ. വനും പാസ്സാ. വെറുതെ അല്ല വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത്. ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. നമ്മളെ ബോർഡൊക്കെ ബോർഡേ പങ്കജാക്ഷം പിള്ളേരെന്താ അത് പറയുമ്പോ ബോർഡും കാണിച്ചിട്ട് പോണ്? അത് ഈ 10ാം ക്ലാസ് പരീക്ഷ ഏത് വയസ്സന്മാർക്കും നേരിട്ട് എഴുതാന്നാ പറയണത്. നമ്മളെ മെമ്പറാ അതിന്റെ ആള്. ഇലക്ഷൻ എടുക്കുമ്പോഴേ എല്ലാരും ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അതായിരിക്കും. അതൊന്നും അല്ല ഇത്. അല്ല ഷൈജോ, ശരിയാണ്. ഇവിടെ പഠിപ്പിക്കാൻ ഒരു മാഷ് വന്നിട്ട്. വന്നിട്ടുണ്ട്. ഓനെ കാണാൻ പെരുത്ത് മൊഞ്ച. നമ്മളെ സിനിമാ നടൻ മമ്മൂട്ടിനെ പോലെ ഇരിക്കൂ. എന്നാ പിന്നെ നമുക്കെല്ലാം കൂടി പഠിക്കാൻ ചെന്നാലോ? അതിന് നിങ്ങളൊക്കെ 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതിന് 7ാം ക്ലാസ് പാസ്സാവണം. എന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അബു വന്നല്ലേ? നമസ്കാരമുണ്ട്. ചായ മോളാണോ? അല്ലാന്നേ, മെമ്പറിന്റെ മോള് കെറ്റോന്റെ കൂടെ ഗൾഫിലാന്നേ. പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഇയാളുടെ കെറ്റോള് ഓരങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഗൾഫില് മെമ്പറിന്റെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇയാളൊട്ട് പോയൂല. ഞാൻ അപ്പുറത്തെ വീട്ടിലാ. മെമ്പർച്ചിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്.
അബൂയ്ക്ക് മാത്രമാണ് ജോലിയുള്ളത്. ബാക്കി എല്ലാരും ഫ്രീ ആണല്ലേ? ക്ലാസ് എപ്പോ തുടങ്ങും മാഷെ? ക്ലാസ് തുടങ്ങാം, പക്ഷേ നമുക്ക് ഇത്ര ആളുകൾ പോരാ. അതിപ്പം 7ാം ക്ലാസ് പാസ്സായവരെ കിട്ടാന്ന് പറഞ്ഞാല് ഈ നാട്ടില് വലിയ പാടാ മാഷെ. അപ്പോ നിങ്ങൾ എന്തിനാ 10ാം ക്ലാസ് പാസ്സാകണമെന്ന് ആഗ്രഹിച്ചത്? അതിപ്പോ ഞങ്ങളെ വീട്ടില് വയസ്സായപ്പോൾ വീട്ടിൽ അവഗണന, അതല്ലേ സത്യം? നിങ്ങളെപ്പോലെ അവഗണന സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പറ്റുന്നത്ര ആളുകളെ സംഘടിപ്പിക്കണം, ലിസ്റ്റ് ഇട്ട് നോക്കണം, അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ നമുക്കൊന്നും കൂടി തപ്പല്ലേ മെമ്പറെ? മലയാളി മര്യാദയ്ക്ക് തുടക്കണം. എന്താടാ? ആ മെമ്പർ കൈമളും ടീമും ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ ചെയ്താ പോണം. കൂടി ഒരു മാഷുണ്ട്. കുറെ വയസ്സന്മാരെയും കൂട്ടി 10ാം ക്ലാസ് പഠിപ്പിച്ച് പാസ്സാക്കാൻ മെമ്പർ മാഷെ കൊണ്ടുപോകും. നടക്കത്തില്ല. അഥവാ അത് നടന്ന നമുക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ടത് മുടക്കണം. ലാസർ മുടക്കിയിരിക്കും. ഈ വെറുതെ ചലക്കണ്ട. എന്റെ പണിയെടുത്തോണ്ടി. പണി കൊടുക്കണം. പ്രാവശ്യം മാഷക്കും കൂടല്ലോ ഉത്സവം. തീർച്ചയായും 3000 കൊല്ലത്തോളം പഴക്കമുള്ള അമ്പല. ഭയങ്കര ഗംഭീര ഉത്സവങ്ങളൊക്കെ കൊണ്ടാടിയ ഒരു അമ്പല. ഇതൊന്നല്ല ഇനിയുണ്ട് കാണാൻ. വടക്ക് സൈഡിൽ നമസ്കാരം. സുഖം തന്നെയല്ലേ? ആ മെമ്പറെ, നാട്ടിലൊക്കെ നല്ല വികസനമല്ലേ? എന്തത്ര സുഖം പോരാത്ത? കച്ചവടമൊന്നും ഇല്ലേക്കാ? മീനൊന്നും ആരും എടുക്കുന്നില്ലേ? നമ്മളെ പഠിപ്പിക്കാൻ വന്ന മാഷ് അല്ലേ? ഞാനൊന്ന് പരിചയപ്പെടണം വിചാരിച്ചിരിക്കേനി. ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, മാഷ് നിങ്ങൾ ഈ നാടത്ര ശരിയല്ല, ഞാനും അത്ര ശരിയല്ല. മര്യാദയ്ക്ക് ഒരു വട്ടം പറയും. ഈ പഠിപ്പിക്കലെല്ലാം നിർത്തി നാട് പിടിക്കാൻ നോക്ക്. അതാണ് തടിക്ക് നല്ലത്. ഈ തോക്കൊക്കെ ഒരു പഴയ സ്റ്റൈലാ. അച്ചായൻ മല കയറിയിട്ട് പന്നീനെ തോട്ട വെച്ച് പിടിക്കാറുണ്ട്. അതുപോലൊരു തോട്ട ഈ നെഞ്ചത്ത് വെച്ചിട്ട് അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ആ ഇറച്ചി കെട്ടിപ്പോഞ്ഞ് നാട്ടിലേക്ക് അയക്കും. ലാസ്റേട്ടന്റെ മര്യാദയ്ക്ക് വളരെ നന്ദി. പിന്നെ നാട്ടിൽ പോകുന്ന കാര്യം അങ്ങനെ തിരിച്ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തിരിക്കാൻ ആരുമില്ല. ഇതാണിപ്പോ എന്റെ നാട്. ഇനി വേറെങ്ങോട്ടും ഇല്ല. ലാസറേട്ടൻ ചെല്ല്, അധികം വെയിൽ കൊള്ളണ്ട. എന്നാ പിന്നെ ശരി, വരട്ടെ. വണ്ടിയുടെ കാരണം വാ വാ. സ്കൂളിന്റെ കാര്യത്തിൽ ഹാജിരെ പോയി കാണുന്ന എപ്പോഴാ? ഇപ്പൊ പോകണം മാഷ്. പ്രസിഡന്റ് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ നിലയിൽ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാം. നമസ്കാരം. അസ്സലാമു അലൈക്കും ആചാരെ. നമസ്കാരം. വലൈക്കും അസ്സലാം. നിങ്ങൾ കുത്തിരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ആചാരെ, പ്രസിഡന്റ് വിളിച്ചിരുന്നല്ലോ അല്ലേ? പ്രസിഡന്റ് വിളിച്ചിരുന്നോ? പക്ഷെ നമുക്ക് കാര്യമൊന്നും പൊടി കിട്ടിയില്ല. മെമ്പറെ, ആചാര്യക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേ. ആചാര്യ, അതിപ്പം ഈ നാട്ടിലെ 7ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്കൊക്കെ 10ാം ക്ലാസ് പരീക്ഷ നേരിട്ട് എഴുതി ജയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, എല്ലാരും എഴുതി അങ്ങോട്ട് ജയിക്കുക. അതിനിപ്പോ നമ്മളെന്താക്കാനാ? അതിന് ഞമ്മക്ക് പഠിക്കണോ ആചാരെ? പഠിക്കണം, നല്ല പരീക്ഷയ്ക്ക് പാസ്സാകുള്ളൂ. അതുകൊണ്ട് ആചാര്യ സ്കൂളും സൗകര്യം ചെയ്തെന്നാ നന്നായിരുന്നു. അതിന് നമ്മുടെ സ്കൂളിൽ 7ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ. ഞങ്ങളെ പഠിപ്പിക്കാൻ പുറത്തുനിന്നൊരു മാഷ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി സ്കൂളൊന്ന് വിട്ടിട്ടിയ സൗകര്യമായിരുന്നു. അതെങ്ങനെയാണ്? അതെങ്ങനെയാ സാധിക്കുക? കൊറേ ചെറിയ കുട്ടികൾ പഠിക്കുന്നിടത്ത് വന്നിട്ട് നിങ്ങൾ 3-4 വയസ്സന്മാര് വന്നിട്ട് എന്ത് ചെയ്യാനാ? അതിന് ഞങ്ങൾക്ക് ശനി ഞായറും മാത്രം മതിയല്ലോ. അന്ന് കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ. ഓ, അത് മതിയല്ലേ? ആ, എന്നാ പിന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയില്ലേ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കോളി. പോരെ? സന്തോഷായില്ലേ? എന്നാ എല്ലാരും പോയിട്ട് വരി. ചായ കുടിച്ചിട്ടായിരിക്കും വന്നല്ലേ?
പോയിട്ട് വരി. വാലേക്കും സലാം. ഇനിയിപ്പോ ആൾക്കാരെ തപ്പി പിടിക്കണം മെമ്പറെ. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇക്ക ആ ഈ ഇപ്പം കൊണ്ട് വരണ്ട.